ഗൈസ്, വെൽക്കം ടു വിറ്റേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ എൻ്റെ മമ്മി നട്ടി ബബ്ലി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. നേരെ വീഡിയോ. അപ്പോൾ മമ്മി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇന്നൊരു നട്ടി ബബ്ലി കേക്കാണ് ഉണ്ടാക്കണത്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് ആ പാത്രത്തിൻ്റെ അളവിൽ നമ്മുടെ വീട്ടിലൊരു സാധാ പാത്രമാണ്, അതിനകത്തൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് ഉണ്ട്. അതിനകത്ത് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ, അതിനകത്ത് നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്തേക്കണേ. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒരു പിഞ്ച് ഉപ്പും കൂടി അതിനകത്ത് ഇടണം കേട്ടോ. 3 മുട്ടയുടെ വെള്ള, അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ മുട്ടയുടെ തന്നെ 3 ഉണ്ണിയാണ്, അതിനകത്ത് ഒരു തുള്ളി വാനില എസൻസും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെച്ചേക്കാണ്. പിന്നെന്താ, പിന്നെ നമുക്ക് അത് നമ്മുടെ സാധാ ഒരു പാത്രമാണ്, അതിനകത്തേക്ക് ഉണ്ട് നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തൊക്കെ എടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം, ചൊറുക്ക. അപ്പോൾ ഇതേ നമ്മൾ വാനില എസൻസും ഇതൊക്കെ കൂടി ഈ സെറം മുതൽ നമുക്കപ്പോൾ പൊടി നന്നായി അരിച്ച് തരാനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിക്കാൻ കൊടുക്കുമ്പോഴത്തേന് നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ സെറം നമുക്കിത് നല്ലതായിട്ട് അരിച്ചും തരും. അപ്പോൾ ഇതെല്ലാം അരിച്ചെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കണേ. അപ്പോൾ ഇത് 3 പ്രാവശ്യമാണ് അരിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരിച്ചെടുക്കണം. അതിൻ്റെ തരികളൊക്കെ പോയി എത്ര പ്രാവശ്യം അരിച്ചെടുക്കണോ അത്രയും സോഫ്റ്റും പൊങ്ങിയും വരും നമ്മുടെ കേക്ക്. അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം അരിക്കും കേട്ടോ. അമ്മയുടെ എത്ര നേരമാണ് വീറ്റ് ചെയ്ത് കഴിയണേ അത്രയും നേരം ഞാനിതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിട്ട് സേറ കൊടുക്കാൻ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുട്ടയുടെ വെള്ള 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് ആദ്യം ചെയ്തപ്പോൾ കുറച്ച് പറ്റില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചതില്ലേ നമ്മൾ നേരത്തെ വെച്ചത്, അതും നന്നായി ഇങ്ങനെ ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. പഞ്ചസാര കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. വേണ്ട, ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ മുട്ടയുടെ ഉണ്ണി ചേർക്കാം. അപ്പോൾ 3 മുട്ടയുടെ ഉണ്ണി അമ്മ പറഞ്ഞു തന്നാലോ. 3 മുട്ടയുടെ ഉണ്ണി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്യും. ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് ബീറ്റ് ചെയ്യണം. കളറൊക്കെ നല്ല മാറും കേട്ടോ. പിന്നെയും കുറച്ച് ഫ്ലഫി ആവും. അപ്പം അതാ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം നമുക്ക് അപ്പോഴത്തേന് ഞാൻ എന്നിട്ടാ സൺഫ്ലവർ ഓയിലൊക്കെ പൊടിച്ചതൊക്കെ എവിടെയാ ഞാൻ പൊടിച്ചതൊക്കെ ശരിയാക്കി വെച്ച് അരിച്ചൊക്കെ കഴിഞ്ഞു. ഇനി അമ്മയുടെ ബീറ്റ് ചെയ്യുന്നതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചായിട്ടിട്ട് ആഡ് ചെയ്യാം. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തുറക്കട്ടെ കേട്ടോ, തുറന്നിട്ട് കിട്ടല്ലോ. അതുമ്മ ഓയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ട് അത് കിട്ടും. തുറക്കണുണ്ട്. അമ്മ ഇപ്പോൾ ഒഴിച്ചു. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധിക നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം ഒരു 1 മിനിറ്റൊക്കെ മതി, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ പൊടി 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ആയിട്ട്
ഇട്ടുകൊടുക്കും. ഇട്ടുകൊടുത്താലും മതി. ഒക്കെപ്പാടി കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല നമ്മുടെ ബാറ്റർ. അതാണ് കുറച്ചായിട്ട് ബീറ്റർ കൊണ്ട് ഞാൻ ബീറ്റർ ഓൺ ചെയ്തിട്ടല്ല കേട്ടാ, ബീറ്റർ കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് എടുക്കണതാണ് കേട്ടാ. ബീറ്റർ ഓൺ ആക്കിയിട്ടില്ല. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പൊടി ഇട്ട് കഴിഞ്ഞാലും മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും ഒരു സൈഡിലേക്ക് തന്നെ ബീറ്റ് ചെയ്യണം, വശം തിരിച്ച് ബീറ്റ് ചെയ്തത്. അപ്പോൾ കേക്കിന് കുറേ എയർ ബബിൾസ് ഒക്കെ വരും. അടുത്തത് കുറച്ചും കൂടി ഇടാണ്. അപ്പോൾ നമ്മളിത് മൊത്തം ഇട്ടു. കറക്റ്റായിരുന്നു, മൊത്തം ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ബീറ്റർ ഓണല്ല, വെറുതെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കയ്യിൽ വെച്ചോ സ്പാച്ചുല വെച്ചോ നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം, വെട്ടി വെട്ടി വെട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്യണേ, ഓണാക്കാതെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓണാക്കി കഴിഞ്ഞാൽ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ തെറിക്കും അതിൻ്റെ പൊടി മുകളിൽ. എന്നിട്ട് ഒരു മിനിറ്റ്, ഒരു 5 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക, എല്ലാവരും കൂടി മിക്സ് ചെയ്ത് അതൊന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. എന്നിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പം ഇല്ലാത്തവർക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും ചെയ്യാം. എല്ലാവരും കൂടി മിക്സിയിലിട്ടായിട്ട് ഇത് ചെയ്യരുത്. ഇപ്പം അതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരിവം. നല്ല റിബൺ പോലെ വീഴുന്നുണ്ടോ? റിബൺ നല്ല ഭംഗിയല്ലേ വീഴുന്നേ. ഇതാണ് ഇതിൻ്റെ പരിവം. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ നേരത്തെ ബട്ടറൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ ചെയ്ത് അതിനകത്തോട്ട്, ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുറച്ച് മൈദ തൂക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ അടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും തിരുമ്മി വെച്ചാൽ മതി. കണ്ട വീഴണ്ട, നല്ല ഭംഗിയിൽ കാണാൻ. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ പുരട്ടിയിട്ടായാലും വെക്കാട്ടോ അടിയിൽ. അപ്പോൾ നമുക്കിനി അതൊന്ന് മൊത്തം വടിച്ചൊഴിക്കുകയാണ്. അങ്ങനെ അതൊഴിച്ചു നമുക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പ് കുറച്ചൊക്കെ ഞാനാണ് ചെയ്തത് കേട്ടോ. കുറച്ചധികം നേരം ടാപ്പ് ചെയ്താൽ നന്നായി എയർ ബബിൾസ് ഒക്കെ പോവും. എന്നിട്ട് നമുക്ക് ബാംബു സ്റ്റിക്ക് വെച്ച് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. ബാംബു സ്റ്റിക്ക് ഇല്ലാത്തവർക്ക് പച്ചീർക്കി വെച്ചാണെങ്കിലും ചെയ്യാം. കുറച്ച് നേരം ഇങ്ങനെ കാണിക്കാം, എന്നിട്ട് വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മുടെ ആ കാര്യം മറന്നുപോയി. അപ്പം ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. നമ്മളന്ന് ദം ബിരിയാണി ഉണ്ടാക്കിയ അതേ കുക്കർ തന്നെ. അപ്പം അത് ഒരു 5 മിനിറ്റ് മുമ്പ് അത് ഓൺ ചെയ്ത് ഇടണം കേട്ടോ, നന്നായി പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കത് പതുക്കെ കൈയൊന്നും പൊള്ളാണ്ട് നമുക്ക് ആ പാത്രം അതിനകത്തോട്ട് ഇറക്കി വെക്കാം. ഓവനുള്ളവർക്ക് ഓവനിൽ വെക്കുക, കുഴപ്പമില്ല. അപ്പം അത് ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിനേക്കാൾ ഒരു 30 പെട്ടെന്ന് തന്നെ തുറന്ന് പെട്ടെന്ന് തന്നെ അടയ്ക്കണം. അപ്പോൾ ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കേക്ക് നല്ല സ്മെല്ലൊക്കെ വരും. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ചിലത് 40, നമ്മുടെ ഇതിൻ്റെ തീ അനുസരിച്ചിരിക്കും. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു സമയം മാറുന്നത്. എനിക്ക് എപ്പോഴും കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴത്തേനും കേക്ക് സെറ്റ് ആവാറുണ്ട്, നല്ല ഇതൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് കേക്ക് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് വാനില എസൻസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നന്നായി തിളച്ച് കഴിയുമ്പോൾ ബൂസ്റ്റ് സെറമോണി ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്യാം. തിളച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളയൊക്കെ വന്നിട്ടുണ്ട്, ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബൂസ്റ്റ് ഇടുക 1 ടീസ്പൂൺ.
ആ ഒരു ടേബിൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. അധികം കൂടുതലാവണ്ട, ചിലപ്പോൾ ഒരു കയ്പ്പ് പോലെ വരൂലേ. അപ്പോൾ ഞങ്ങൾ 1 ടീസ്പൂൺ ഇട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ. മധുരമൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ഇട്ടാൽ പോരെ. 1 ഗ്ലാസ് വെള്ളത്തിന് 4 ടീസ്പൂൺ നന്നായി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിലൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളവും ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം പിന്നെ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടൊന്നുമില്ല. പ്രസ്റ്റീജിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കണേ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഫിയോണയുടെ ആയിരിക്കും നല്ലത്. അങ്ങനെ അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം. 1 കപ്പ് വിപ്പിംഗ് ക്രീം 1 കിലോ കേക്കിന്. അപ്പം ഞാനാണ് ബീറ്റ് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് നേരം സറയ്ക്കൊന്ന് കൊടുക്കും. ഇത് കുറച്ച് നേരം ഫസ്റ്റിലിട്ടിട്ട് മിക്സ് ആദ്യത്തെ 1 മിനിറ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ കൂട്ടി വരുന്നത് എനിക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു. എൻ്റെ കൈ അതൊന്നും ഇങ്ങനെ എത്തണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് പൊന്തി വരണ്ടേ, ഇങ്ങനെ ഫ്ലഫി പോലെ നല്ല ക്രീം പോലെ. അപ്പം അതേ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കമത്തി വെക്കാം. അതന്നെ സേറമോൻ്റെ പരിവം നോക്കുക. ആ വെള്ളത്തുള്ളി വീഴണം, നമ്മൾ അടി വെച്ച ആ പാത്രത്തിൻ്റെ ആ വെള്ളത്തുള്ളി ആട്ട വീഴണം, അല്ലാണ്ട് ക്രീം അതങ്ങനത്തെ ഒന്നല്ല വീഴണത്. ഇങ്ങനെ കമത്തിയും കുടഞ്ഞൊക്കെ നോക്കുക. അപ്പം അത് വീഴണില്ല, കണ്ട. അപ്പം അതാണിത്. പിന്നെ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഹുക്ക് പോലെ ഇങ്ങനെ ഇരിക്കും, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം അത് റെഡിയായി. അപ്പം ഇത് റെഡിയായി. ഇനി കേക്ക് ഇതുവരെ റെഡി ആയിട്ടില്ല, മണം വന്നിട്ടില്ല. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിലേക്ക് വെക്കുമ്പോഴത്തേനും കേക്ക് റെഡി ആകുമ്പോഴത്തേനും ഇത് ഫ്രീസറിൽ വെച്ച് അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് കേക്ക് ഒക്കെ വെന്തഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഐസിങ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്ക് റെഡിയായി. മണം വന്നു തുടങ്ങി. സേറമ്മ അപ്പോൾ ബഹളം വെച്ച് മണം വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഇത് നല്ല വീർത്ത് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബാമ്പു സ്റ്റിക്ക് വെച്ച് കുത്തിയൊക്കെ. അപ്പോൾ ഇത് കൈമയൊന്നും ഒട്ടണില്ല. ബാമ്പു സ്റ്റിക്ക് ഇല്ലാത്തവർക്ക് ടൂത്ത് വെച്ചിട്ട് വേണമെങ്കിലും കുത്താട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൈ പൊള്ളാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റുക. അത് ഡീമോൾഡ് ചെയ്തെടുക്കുക. ബട്ടർ പേപ്പർ മാറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാ? അല്ലെങ്കിൽ അത് തിന്നൊന്ന് മുറിക്കുമ്പോൾ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുക, മാറ്റുക. ബട്ടർ പേപ്പർ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റാണ് കേക്ക്. ചാടി കളിക്കണം കൈ ഇങ്ങനെ കണ്ട, നല്ല സോഫ്റ്റ് ഉണ്ട്. മുകളിൽ കുറച്ച് എയർബബിൾസ് ഉണ്ട്, ഉള്ളിൽ എന്താവാ ഞാൻ്റെ തന്നെയാണ്. എന്തായാലും നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലെ സാധാ കത്തി ഉപയോഗിച്ചാണ് നമ്മളിതിനെ ലെയറുകളാക്കി എടുക്കുന്നത്. 3 ലെയറാക്കി എടുക്കുക. മുകളിൽ ഇത്തിരി പൊന്തിരിക്കേണ്ടത്. നമുക്കപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. എന്നിട്ട് 3 ലെയറാക്കി കട്ട് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്യണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധാ ടേൺ ടേബിളൊന്നും അല്ലാണ്ടതേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയ ആ പാത്രത്തിൻ്റെ മുകളിൽ തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ടാണ് കേക്ക് നമ്മൾ കട്ട് ചെയ്യണത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ടായാലും നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഐസിങ് ചെയ്യാം. നമുക്ക് ഐസിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ കാഷ്നട്ടും ബദാമും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്ന ഷുഗർ സിറപ്പ് നമ്മുടെ കേക്കിലേക്ക് വെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അധികം ഒഴിച്ചു കൊടുക്കരുത്, ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായയ്ക്ക് കേക്ക് തിന്നുന്ന സമയത്ത് അത് അലിഞ്ഞു പോവും. അതുകൊണ്ട് ഓവറായിട്ട് ഒഴിക്കരുത്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അതിനകത്തോട്ട് ക്രീം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രീം ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാ ഇതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ടായാലും ചെയ്യാം. ഇത് നമ്മുടെ സാധാ ദോശയൊക്കെ മറിച്ചിടുന്ന ഒരു ഇതാണ്, അതുകൊണ്ടാണ് ലെവൽ ചെയ്തെടുക്കണത്. അങ്ങനെ പതുക്കെ നമുക്ക് നല്ല വൃത്തിയിൽ ലെവലാക്കി എടുക്കാം.
ഇടയ്ക്കിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ തുടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെച്ച നട്ട്സും ചോക്ലേറ്റും അതൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അവിടെ ഇവിടേക്ക് ആയിട്ടൊന്ന്. അപ്പോൾ ചിലർക്കത് കടിക്കണത് ഇഷ്ടമായിരിക്കും, ഇനി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്കിനി അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ നമ്മുടെ എടുത്ത് വയ്ക്കുക. ആ കേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പഞ്ചസാര ലായനി ഒഴിക്കുക, നമ്മുടെ ക്രീം ഇടുക. ക്രീം ഇട്ടിട്ട് ഏകദേശം നമുക്കറിയാമല്ലോ, അതിട്ടിട്ട് വീണ്ടും നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് തുടയ്ക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്കിട്ട് ടിഷ്യൂ പേപ്പറും ആ ലെവൽ എന്തുകൊണ്ടാണോ നമ്മൾ ലെവൽ ചെയ്യണേ അതൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നല്ല വൃത്തിയിലത് കിട്ടും. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചോക്ലേറ്റും നട്ട്സും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴ്ത്താതില്ലേ അതാണ് നമ്മൾ മുകളിൽ വെക്കണത്. താഴത്തെ ലെയർ, ഏറ്റവും അടിയിലത്തെ ലെയറാണ് നമ്മൾ മുകളിൽ വെക്കണേ. പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും എല്ലായിടത്തും നന്നായി പഞ്ചസാര ലായനി ആക്കി കൊടുക്കുക. നമുക്ക് മൊത്തം കവർ ചെയ്യാം നമ്മുടെ ക്രീം മൊത്തം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ബേസ് കോട്ട് പോലെ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുക. വൃത്തിയാക്കി എടുക്കണം, സൈഡിലത്തൊക്കെ വൃത്തിയാക്കി കളഞ്ഞിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് നട്ട്സും അതൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ വൈറ്റ് സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം ആ സൈഡിലും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഇട്ടിട്ട് നമുക്കിത് കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായ ഒരെണ്ണം കൂടി മുകളിൽ വെക്കാനായിട്ട് ഒരു കൂട്ടം കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണത്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഒരു പാത്രത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായി മെൽറ്റായി വരും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടർ, ഒരു 1/2 ടീസ്പൂൺ വേണ്ട ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടും നമ്മുടെ ബബിൾസ് നമ്മൾ മുകളിൽ ചെയ്യണതിന്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എന്തായാലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യണേ. അതായത് നമ്മൾ ചോക്ലേറ്റ് എടുക്കണതിൻ്റെ പകുതി മാത്രമേ വിപ്പിംഗ് ക്രീം ആയാലും ഫ്രഷ് ക്രീം ആയാലും എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതെല്ലാവരും കൂടി മിക്സ് ചെയ്ത് നന്നായി മെൽറ്റായി വരും. നമ്മൾ നേരത്തെ റിബൺ പോലെ തന്നെ അതിങ്ങനെ നല്ല ലൂസായിട്ട് തന്നെ വീഴും. എന്നിട്ടൊന്ന് ചൂടാറണ വരെ ഇങ്ങനെ നന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വീഴണ്ട. ഒന്നും കൂടി ഒന്ന് ചൂടാക്കുക, നല്ല ഇതായിട്ട് തന്നെ വീണോളും. മിക്സ് ചെയ്യുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ചൂടാറണ വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനെ പൈപ്പിംഗ് ബാഗിന് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ചൂടോടുകൂടി അത് ഇതിൻ്റെ മുകളിൽ കണ്ട വീണണ്ട. ചൂടോടുകൂടി ഒരിക്കലും ഇത് നല്ല ചൂടോടുകൂടി ഒഴിക്കരുത്. ഒരു ചെറിയൊരു ഇതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, ഹാർട്ട് ഷേപ്പോ എന്ത്, ബബിൾസ് എന്ന് പറയുമ്പോൾ പിന്നെ റൗണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ കൊടുക്കണത്. അങ്ങനെ എല്ലായിടത്തും അവിടെ ഇവിടെയും ചെറുതും വലുതും, ഇനി ഒരേ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരേ വലിപ്പം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ തന്നെ അതിന് ഡിസൈൻ. വീണ്ടും ഫ്രീസറിലേക്ക് വയ്ക്കുക. അപ്പോൾ 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ ബബിൾസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ കളറിനനുസരിച്ച് നമുക്ക്
കൂടുതലിങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇത്രയും ബൂസ്റ്റ് ഇട്ടിട്ട് ഇത് മതി എന്നുണ്ടെങ്കിൽ ഇത്രയുമ്പോൾ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനൊന്നിങ്ങനെ കൊടുക്കുകയാണ് ആ ചോക്ലേറ്റ് തന്നെ. ചോക്ലേറ്റ് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എന്നിട്ടും ഇത് വെച്ചിട്ടും ഒരു 2 മിനിറ്റ് തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇതും നല്ല ഷേപ്പായി നല്ലതായിട്ട് കിട്ടും. നമുക്കിതൊരു കേക്ക് ബോർഡിലേക്ക് മാറ്റാം. കേക്ക് ബോർഡ് ആദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കേക്ക് ബോർഡുമ്പോൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കേക്ക് ബോർഡിലേക്ക് എടുത്ത് മാറ്റണത്. ഇപ്പോൾ ഇതേ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിനി ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ സാറമ്മൊക്കെ പറയും. അപ്പം അതേ ചോക്ലേറ്റും നട്ട്സും ഒക്കെ കിടക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കറിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരും. അതുവരെ ബൈ ബൈ. പിന്നെ ഒരു കാര്യം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ വരും. ബൈ ബൈ.